ദോശക്കും ഇഡ്ലിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഉടുപ്പി സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേരള സദ്യ സാമ്പാറിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാട്ടോ ഇത് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിത് ഒരു അരക്കപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പല്ല കേട്ടോ, സാധാരണ മസൂർ ദാൽ ഉണ്ടല്ലോ അതാണ്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, വെല്ലുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, പിന്നെ എടുക്കുന്നത് മുള്ളങ്കി, അതൊരു കഷ്ണം എടുക്കണം, എന്നാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബോട്ടിൽ ഗാർഡും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പരിപ്പിലേക്ക് പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. പച്ചക്കറികൾ അങ്ങനെ വെന്തുടഞ്ഞ് പോകില്ല കേട്ടോ. പിന്നെ ഇത് വെണ്ടയ്ക്കൊക്കെ നമുക്ക് ലാസ്റ്റോട്ട് ചേർക്കേണ്ടത്, അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം റോസ്റ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുന്നുണ്ട്. ഒരു 3-4 കുരുമുളകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പുമാണ്. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതിൻ്റെ എല്ലാം കളർ മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതാ നമ്മളെ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട്, അതൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇതുണ്ടല്ലോ തേങ്ങ, അത് തണുത്തതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പുളിയും കൂടിയും പിഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ തിളവന്നു കഴിഞ്ഞാൽ ഒരു നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കരേൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി ഇതുവരെ നമ്മളിതിൽ ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. അതുപോലെ ശർക്കരപ്പൊടി ഒരിക്കലും മിസ്സാക്കരുത്. ചെറിയ ശർക്കരേൻ്റെ കഷ്ണമായാലും മതി. കുറച്ച് മധുരം കുറവായതോടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മധുരം ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഒരു പുളിയും ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നേ ഉള്ളൂ. ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിട്ട് കൊടുക്കാം. പിന്നെ കായപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ കായ അങ്ങനെ മുൻപന്തിയിൽ നിൽക്കില്ല. ചെറിയ എരിവും പുളിയും ഉപ്പും അതുപോലെ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടിഫിൻ സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുപോലെയൊക്കെ സാമ്പാർ ഇങ്ങനെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്ക്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്